ദുബായിൽ ഷെയറിംഗ് താമസത്തിന് പുതിയ നിയമം വരുന്നു. താമസ സ്ഥലങ്ങൾ ഷെയറിംഗിന് നൽകാൻ മുനിസിപ്പാലിറ്റിയുടെ മുൻകൂർ അനുമതി വേണം. കെട്ടിടത്തിന്റെ ഉടമയ്ക്കോ അവർ ചുമതലപ്പെടുത്തുന്ന ലൈസൻസ് ഉള്ള കമ്പനിക്കോ മാത്രമായിരിക്കും ഇത്തരം അനുമതി ലഭിക്കുക. താമസ കെട്ടിടങ്ങളുടെ ദുരുപയോഗം ഒഴിവാക്കാനും ആളുകൾ തിങ്ങി താമസിക്കുന്ന അവസ്ഥകൾ നിയന്ത്രിക്കാനുമാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് നിയമം പ്രഖ്യാപിച്ചത്. പുതിയ നിയമപ്രകാരം താമസ യൂണിറ്റുകൾ ഷെയറിംഗ് താമസത്തിന് വിട്ടു നൽകാൻ വ്യക്തികളും സ്ഥാപനങ്ങളും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മുൻകൂർ പെർമിറ്റ് നേടേണ്ടതാണ്. 1 വർഷത്തേക്കും 2 വർഷത്തേക്കുമുള്ള കാലയളവിലേക്ക് അനുമതി ലഭിക്കും. താമസ യൂണിറ്റിന്റെ ഉടമയ്ക്കോ അവർ ചുമതലപ്പെടുത്തുന്ന ലൈസൻസ് ഉള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കുമാണ് പെർമിറ്റ് അനുവദിക്കുക. എന്നാൽ കെട്ടിടം വാടകയ്ക്ക് എടുത്തവർക്ക് അതേ സ്ഥലം മറ്റുള്ളവർക്ക് സബ് ലീസ് ചെയ്യുകയോ ഷെയറിംഗ് താമസത്തിന് നൽകുകയോ ചെയ്യാൻ അനുമതി ലഭിക്കില്ല. സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങളുള്ള താമസ യൂണിറ്റുകൾക്ക് മാത്രമായിരിക്കും ഷെയറിംഗ് താമസത്തിന് അനുമതി ലഭിക്കുക. നിയമം ലംഘിക്കുന്നവർക്ക് 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ദുബായ് വാടക തർക്ക പരിഹാര കേന്ദ്രം പരിഗണിച്ച് തീർപ്പാക്കും. നിലവിൽ ഷെയറിംഗ് താമസമുള്ള ഇടങ്ങൾ നിയമപരമാക്കുന്നതിനായി 1 വർഷത്തെ സമയം അനുവദിക്കുമെന്നും നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ ഒഴികെയുള്ള എല്ലാ താമസ സ്ഥലങ്ങൾക്കും പുതിയ നിയമം ബാധകമായിരിക്കും.